കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ എന്നാണ് ചൊല്ലെങ്കിലും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറഞ്ഞറിഞ്ഞ് കാണാൻ പോകുന്നതാകും കൂടുതൽ നല്ലത്. നിങ്ങളുടെ ഉള്ളിലെ ഏതെങ്കിലും ഒരു പൂരപ്രേമിയെ തൃപ്തിപ്പെടുത്താൻ പോന്ന എന്തെങ്കിലും ഒന്ന് 36 മണിക്കൂർ നീളുന്ന ഈ പൂരങ്ങളുടെ പൂരത്തിലുണ്ടാകും. നിങ്ങളൊരു മേളപ്രേമിയാണെങ്കിൽ ഇലഞ്ഞിത്തറ മേളവും ചെമ്പട മേളവും പഞ്ചവാദ്യവുമുണ്ട്. ആനപ്രേമിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ആനകളെ നേരിൽ കാണുവാനുള്ള അവസരമുണ്ട്. പൂരത്തിൻ്റെ തലേന്ന് പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ആനച്ചമയം പ്രദർശനമുണ്ട്. ജനത്തിരക്ക് ആവേശമാക്കുന്നവർക്ക് തെക്കോട്ടിറക്കും കുടമാറ്റവും കാണാൻ അവസരമുണ്ട്. പൂരങ്ങളുടെ സമ്പന്നതയ്ക്ക് 8 ചെറുപൂരങ്ങളുടെ വരവും ചടങ്ങുകളുമുണ്ട്. പന്തൽ പ്രേമികൾക്ക് നടന്നു കാണാൻ സ്വരാജ് റൗണ്ടിൻ്റെ പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഭാഗങ്ങളിൽ പന്തലുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞറിയാൻ പലതുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കാണാൻ പോണ പൂരം പറഞ്ഞു തന്നെ അറിയണം. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. പൂരങ്ങളുടെ പൂരമായി കണക്കാക്കുന്ന തൃശ്ശൂർ പൂരം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ഏതാണ്ട് 2 നൂറ്റാണ്ടിലേറെ പാരമ്പര്യം തൃശ്ശൂർ പൂരത്തിനുണ്ട്. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ആറാട്ടുപുഴ പൂരമായിരുന്നു പേര് കേട്ടത്. 1796 പൂരത്തിന് ശക്തമായ മഴയെ തുടർന്ന് പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്ത്തലക്കാവ്, കണിമംഗലം ക്ഷേത്ര സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താനായില്ല. ഇതോടെ ഈ ക്ഷേത്രങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചതറിഞ്ഞ ശക്തൻ തമ്പുരാൻ അടുത്ത പൂരം നാളിൽ, അതായത് 1796 മെയ് മാസത്തിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളികൾ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളാണ്. പൂരം നടക്കുന്നത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിലാണെങ്കിലും വടക്കുംനാഥൻ്റെ പൂരത്തിലെ വേഷം ആതിഥേയൻ്റേതാണ്. തിരുവമ്പാടിക്കും പാറമേക്കാവിനും മാത്രമാണ് പന്തലുകളും വെടിക്കെട്ടും നടത്തുവാനുള്ള അവകാശമുള്ളത്. പരസ്യങ്ങൾ ഭരിക്കുന്ന ഇക്കാലത്തും തൃശ്ശൂർ പൂരത്തിൻ്റെ പന്തലുകളിൽ പരസ്യങ്ങളില്ല. ഏതു ദേവസ്വത്തിൻ്റെയാണ് കാണിക്കുന്നത് എന്ന ബോർഡ് പോലും വയ്ക്കാറില്ല. തൃശ്ശൂർ റൗണ്ടിലെ മണികണ്ഠനാലിലെ പന്തൽ പാറമേക്കാവിൻ്റെയും നടുവിലാലിലെയും നായ്ക്കനാലിലെയും പന്തലുകൾ തിരുവമ്പാടിയുടേതുമാണെന്ന് എല്ലാ പൂരപ്രേമികൾക്കും അറിയാം. തൃശ്ശൂർ പൂര ദിവസം രാവിലെ 7 മണിക്ക് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ പൂരപ്പുറപ്പാട് ആരംഭിക്കും. 3 ആനപ്പുറത്ത് ഷൊർണൂർ റോഡ് വഴി നായ്ക്കനാലിലെത്തുന്നു. സ്വരാജ് റൗണ്ടിലൂടെ നടുവിലാലിലെത്തി പഴയ നടക്കാവ് വഴി നടുവിൽ മഠത്തിലേക്ക്. ഉച്ചയ്ക്ക് 11:30 ബ്രഹ്മസ്വം മഠത്തിൽ നിന്നും 3 ആനകളോടെ 1.5 മണിക്കൂർ നീളുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നു. തുടർന്ന് പഴയ നടക്കാവ് വഴി സ്വരാജ് റൗണ്ടിലേക്ക് 7 ആനകളുമായി നടുവിലാൽ വഴി നായ്ക്കനാലിലെത്തി പഞ്ചവാദ്യം സമാപിക്കുമ്പോഴേക്കും വൈകിട്ട് 3 മണിയാകും. 3 മണിയോടെ 15 ആനകളുടെ അകമ്പടിയിൽ പാണ്ടിമേളം ആരംഭിക്കും. വൈകിട്ട് 5 മണിയോടെ ശ്രീമൂലസ്ഥാനത്ത് മേളം സമാപിക്കുന്നു. പടിഞ്ഞാറെ ഗോപുരനട വഴി വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കടന്ന് പ്രദക്ഷിണം വച്ച തെക്കേ ഗോപുരം വഴി വൈകിട്ട് 5:30 പുറത്തിറങ്ങുന്നു. ഇതാണ് പ്രസിദ്ധമായ തെക്കോട്ടിറക്കം. തുടർന്ന് തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാരുടെ കൂടിക്കാഴ്ച. വിഖ്യാതമായ കുടമാറ്റം വൈകിട്ട് 6 മണിയോടെ ആരംഭിക്കുന്നു. കുടമാറ്റത്തിന് ശേഷം 7 ആനകളുടെ അകമ്പടിയിൽ മുനിസിപ്പൽ റോഡിൽ പ്രവേശിച്ച പറകൾ സ്വീകരിച്ച സ്വരാജ് റൗണ്ടിലെത്തി മേളം അവസാനിപ്പിക്കുന്നു. രാത്രി വീണ്ടും 12 മണിയോടെ പകൽ സമയത്തെ മഠത്തിൽ വരവ് ആവർത്തിച്ച രാത്രി 2 മണിയോടെ പഞ്ചവാദ്യം അവസാനിച്ച നായ്ക്കനാൽ പന്തലിൽ ഭഗവതിയെ എഴുന്നള്ളിച്ച് നിർത്തുന്നു. 28 പുലർച്ചെ 3 മണിക്കാണ് പ്രധാന വെടിക്കെട്ട് നടക്കുക. ഇത്തവണ അതുണ്ടാകില്ല. പ്രധാന പൂരത്തിൻ്റെ പിറ്റേന്നാണ് തൃശ്ശൂർക്കാരുടെ പൂരം എന്നറിയപ്പെടുന്ന പകൽപൂരം അരങ്ങേറുക. തൃശ്ശൂർ പൂരത്തിൻ്റെ പുരുഷാരത്തെ ഒഴിവാക്കിൽ അല്പം സമാധാനത്തോടെ പൂരം ആസ്വദിക്കേണ്ടവർക്ക് ഏപ്രിൽ 28 രാവിലെ തൃശ്ശൂരിലേക്കെത്താം.
രാവിലെ 8 മണിയോടെ പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നും എഴുന്നള്ളം. ഇരുവിഭാഗത്തിൻ്റെയും പാണ്ടിമേളം ഉച്ചയ്ക്ക് 12 മണിയോടെ അവസാനിക്കും. ഈ മേളം അവസാനിച്ചതിന് ശേഷം വെടിക്കെട്ടുണ്ടാകും. അതിനുശേഷമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാനത്തെ മനോഹര കാഴ്ചയായ ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുക. ഇതോടെ ഔപചാരികമായി പൂരം ചടങ്ങുകൾ സമാപിക്കും. പൂരനാളിൽ രാവിലത്തെ ചടങ്ങുകൾ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനടയിലാണ് ആരംഭിക്കുന്നത്. മേളങ്ങൾ ആസ്വദിക്കാൻ സ്വരാജ് റൗണ്ടിലെ നടുവിലാൽ ജംഗ്ഷനിലേക്കാണ് എത്തേണ്ടത്. മഠത്തിൽ വരവ്, പഞ്ചവാദ്യത്തിൻ്റെ സമാപനവും മറ്റും ഇവിടെ വച്ചാണ് നടക്കാറുള്ളത്. അതേസമയം ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തെ ഇലഞ്ഞിത്തറയിലാണ്. ഇവിടെയാണ് പണ്ട് പാറമേക്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരുന്നത്. ക്ഷേത്ര മതിലിനുള്ളിൽ പാണ്ടിമേളം കൊട്ടുന്നത് തൃശ്ശൂർ പൂരത്തിൽ മാത്രമാണ്. മേളത്തിൻ്റെ മറ്റൊരു രൂപമായ പഞ്ചാരിയാണ് സാധാരണ മറ്റു ക്ഷേത്രങ്ങൾക്കകത്ത് കൊട്ടുക. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിലൂടെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ് തെക്കോട്ടിറക്കം. ഇതും തുടർന്നുള്ള കുടമാറ്റവും ആസ്വദിക്കാൻ തെക്കേ ഗോപുരനടയിലേക്കാണ് എത്തേണ്ടത്. വെടിക്കെട്ട് കാണാൻ ബാറ്റ് മുതൽ ബിനി വരെയുള്ള സ്വരാജ് റൗണ്ടിൻ്റെ പകുതി ഭാഗത്ത് എവിടെ വേണമെങ്കിലും നിൽക്കാം. പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് തെക്കേ നടയോട് ചേർന്നും തിരുവമ്പാടി വെടിക്കെട്ട് നായ്ക്കനാലിനോട് ചേർന്നുമാണ് CMS സ്കൂളിൻ്റെ എതിർവശത്തായുള്ള പൂരപ്പറമ്പിലുമാണ് നടക്കുക. ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നിയന്ത്രിക്കാനാവാത്ത പുരുഷാരം. പൂരത്തിൻ്റെ രസം കെടുത്താതിരിക്കാൻ ജില്ലാ ഭരണകൂടങ്ങളും പോലീസും മുൻകരുതലുകൾ എടുക്കാറുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി പൂരം ഏറ്റവും നന്നായി ആസ്വദിക്കുന്നതിനായി പിങ്ക് പോലീസ് പോയിന്റ് തെക്കേ നടയോട് ചേർന്നുള്ള ആലിനടുത്തായുണ്ട്. വിദേശ അതിഥികൾക്ക് ഏറ്റവും നന്നായി പൂരം ആസ്വദിക്കുന്നതിനായി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയോട് ചേർന്ന് സൗകര്യമുണ്ട്. ഇവിടെ വിദേശികൾക്ക് ഇരിപ്പിടങ്ങൾ കേരള ടൂറിസം വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും. പൂരം കാണാനെത്തുന്ന അതിഥികൾക്ക് നിരവധി താമസ സൗകര്യങ്ങളും തൃശ്ശൂർ നഗരത്തിലുണ്ട്. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് പൂരം നടക്കുന്നത് എന്നതിനാൽ കുറഞ്ഞ ബജറ്റിലുള്ളത് മുതൽ പഞ്ചനക്ഷത്ര സൗകര്യത്തിലുള്ളവ വരെ താമസ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൃശ്ശൂർ പൂരത്തോട് ചേർന്നുള്ള ദിവസങ്ങളിൽ നേരത്തെയുള്ള ബുക്കിംഗ് വലിയ തോതിൽ ഉണ്ടാവാറുണ്ട് എന്നത് മറക്കരുത്.